ഷെയ്ഖ് ബിൻ ബാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വർഷവും ഹജ്ജിന് പോകുമായിരുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അത് ഹജ്ജ് എന്ന് പറയുന്ന ഒരു ഇബാദത്തിന്റെ നിർവൃതി ഒരു വശത്തുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഹജ്ജിന് അത്രയും നിഷ്കർഷയോടുകൂടി എല്ലാ വർഷവും ഹജ്ജിന് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണത്. കാരണം അദ്ദേഹം ദഅവത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ അത്രക്കും ജെന്യുവിൻ ആയിരുന്നു. അതിനുള്ള ഒരവസരവും മിസ്സാക്കരുത് എന്നുള്ളത് അദ്ദേഹത്തിന് അത്രയും നിഷ്ഠമുള്ളൊരു കാര്യമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആൽ ഷെയ്ഖ് മരണപ്പെട്ടതിന് ശേഷം 1971 അവിടെ ഈ ഗ്രാൻഡ് മുഫ്തി ആയിരിക്കുന്ന ആളാണ് മരണപ്പെട്ടത്. ഇപ്പോൾ ഏത് നാട്ടിലാണെങ്കിലും അവിടുത്തെ ഭരണകൂടത്തിൽ ആ ഭരണകൂടത്തിന്റെ തലപ്പത്ത് വരുന്ന ആൾക്കാർ സ്വാഭാവികമായും ഓരോ കാലഘട്ടത്തിൽ അവിടുത്തെ മതപ്രബോധനം, മതവിജ്ഞാന മണ്ഡലമൊക്കെ എങ്ങനെ നിൽക്കണം എന്നുള്ള വിഷയത്തിൽ അവർക്ക് ഓരോ കാഴ്ചപ്പാടുകളുണ്ടാവും. അപ്പോൾ 1971 2 സമിതികൾ അവിടുത്തെ പണ്ഡിതന്മാർക്ക് വേണ്ടി സൗദി ഭരണകൂടം പുതുതായി രൂപവൽക്കരിക്കുകയാണ്. ആ സംവിധാനങ്ങൾ ഇന്നും പ്രവർത്തനക്ഷമമാണ്. അത് വളരെ ഫേമസ് ആയ സംവിധാനങ്ങളാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്താണ് ഹയ്യത്തുൽ കിബാരിൽ ഉലമാ എന്ന് പറയുന്നതാണ് ഒന്ന്. അത് ഈ ഹയ്യ എന്ന് പറയുന്ന ഒരു പുതിയൊരു കമ്മിറ്റി, ഒരു സമിതി തിരഞ്ഞെടുക്കുകയാണ്. കിബാറുൽ ഉലമാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മഹാപണ്ഡിതന്മാർക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ മുതിർന്ന ഉയർന്ന പണ്ഡിതന്മാർക്ക്, അതാണ് നമ്മൾ കിബാർ എന്ന് പറയുന്നത്. ആ രാജ്യത്തെ, അതായത് ഉലമായി സൗദിയെയാണ്, അതായത് സൗദി അറേബ്യയിലെ ഏറ്റവും ഉയർന്ന പണ്ഡിതന്മാരുടെ സമിതി എന്ന് പറഞ്ഞിട്ടൊരു ഹയ്യ രൂപീകരിക്കണം. അതിനോടനുബന്ധമായിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ലജ്ന, അൽ ലജ്നത്തു ദായിമ ലിൽ ബുഹൂസിൽ ഇൽമിയ്യത്തി വൽ ഇഫ്താ, അതായത് വൈജ്ഞാനികമായ ഗവേഷണങ്ങൾ നിർവഹിക്കുന്നതിനും ഫത്വകൾ നൽകുന്നതിനും വേണ്ടിയുള്ള പെർമനന്റ് കമ്മിറ്റി. ലജ്ന ദായിമ എന്ന് പറഞ്ഞാൽ അതാണല്ലോ സ്ഥിരം സമിതി എന്ന് പറഞ്ഞിട്ട് 2 സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇത് വളരെ സിമ്പിളായ കോൺസെപ്റ്റ് ആണ്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ ഹയ്യ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്കൊരു ഏകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി, ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൽ രാജ്യത്തെ സീനിയർ സ്കോളേഴ്സ് ആയിട്ട് പിന്നെ മനസ്സിലാക്കപ്പെടുന്ന ആൾക്കാരെയാണ് അതിൽ ഉൾപ്പെടുത്തുക. അവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കും, പല യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നവരായിരിക്കും, പല പള്ളികളിൽ ദർസ് എടുക്കുന്നവരായിരിക്കും, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിരിക്കും. ലജ്ന എന്ന് പറയുന്നത്, അൽ ലജ്നത്തു ദായിമ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഹയ്യയിൽ നിന്ന് തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പണ്ഡിതന്മാരെ മാത്രം ഇതിൽ നിന്ന് എടുത്തുകൊണ്ട് കുറച്ചും കൂടി സ്പെഷ്യലായൊരു സമിതി ഉണ്ടാക്കിയതാണ് ഈ ലജ്ന എന്ന് പറയുന്ന സംവിധാനം. എന്ന് പറഞ്ഞാൽ സീനിയർ സ്കോളേഴ്സിന്റെ ഒരു ജനറൽ കൗൺസിലാണ്. ലജ്നത്തു ദായിമ എന്ന് പറയുന്നത് അതിൽ നിന്ന് ഉള്ള കുറച്ച് പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ടുള്ള കുറച്ചും കൂടി ചെറിയൊരു സമിതിയാണ്. അത് സ്ഥിരം സമിതി, പെർമനന്റ് കമ്മിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവര് സാധാരണ നിലക്ക് റിയാദിൽ തന്നെയാണ് ഉണ്ടാവുക. റിയാദിൽ ലജ്നയുടെ പ്രവർത്തനങ്ങളുമായിട്ട് റിയാദിൽ മുഴു സമയവും ലജ്ന തന്നെ തീരുമാനിക്കുന്ന ഗവേഷണങ്ങൾക്കും ഫത്വകൾ കൊടുക്കാനും വേണ്ടി മുഴുവൻ സമയം ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ എന്നുള്ള നിലക്കാണ് ഈ ലജ്ന എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ മറ്റത് സീനിയർ സ്കോളേഴ്സിന്റെ ഒരു പൊതുവായ കൂട്ടായ്മയാണ്. ലജ്നത്തു ദായിമ എന്ന് പറയുന്നത് പഠിക്കാനും ഗവേഷണം നടത്താനും വേണ്ടി ലജ്നക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ ഫത്വകൾക്കൊക്കെ വേണ്ടി എഴുതി ചോദിക്കുമ്പോൾ ആ ഫത്വകൾ കൊടുക്കാൻ വേണ്ടി അതിൽ തന്നെ ഫോക്കസ്ഡ് ആയി നിൽക്കുക. അതിനുവേണ്ടി ഏറ്റവും ഉയർന്ന പണ്ഡിതന്മാരിൽ നിന്ന് വീണ്ടും ചെറിയൊരു വൃത്തത്തെ തെരഞ്ഞെടുക്കുന്നതാണ് ലജ്ന എന്ന് പറയുന്നത്. ഈ ഹയ്യ ആണെങ്കിലും ലജ്ന ആണെങ്കിലും ഇതിന്റെ രണ്ടിന്റെയും തലപ്പത്ത് ഷെയ്ഖ് ബിൻ ബാസിനെ നിശ്ചയിക്കുകയാണ് അന്നത്തെ സൗദി ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനെ രണ്ടിനെയും അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നു. മദീന യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ഏകോപിക്കുന്നു. ഷെയ്ഖ് ബിൻ ബാസ് എന്ന് പറയുന്നത് പിൽക്കാല സൗദി പണ്ഡിതന്മാരുടെ ഒരു ശൈലിയെ വളരെയധികം സ്വാധീനിച്ച ഒരാളാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അത് വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന വളരെ ഈ ഫിലോസോഫിക്കൽ കോംപ്ലിക്കേഷൻ ഒന്നുള്ള ആ തരത്തിലുള്ള അറബി ഭാഷ വളരെ ലളിതമായി ഖുർആനും ഹദീസും മാത്രം ഇങ്ങനെ ഉദ്ധരിച്ചുകൊണ്ട് കാര്യം മാത്രം പറഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു സംസാര ശൈലിയാണ് ഷെയ്ഖ് ബിൻ ബാസിന്റെ ശൈലി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ നേരത്തെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ആൾക്കാരെ കൈയയച്ച് സഹായിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതും എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദീനീബോധത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് മുസ്ലിം സാഹോദര്യം, ഇസ്ലാമിക സാഹോദര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ലോകത്തെ എല്ലാ മുസ്ലിം സഹോദരങ്ങളെയും അക്ഷരാർത്ഥത്തിൽ സ്വന്തം സഹോദരങ്ങളായി പരിഗണിച്ചിരുന്ന ഒരാളാണ് ഷെയ്ഖ് ബിൻ ബാസ്. അതുകൊണ്ട് തന്നെ ഫിലസ്തീൻ ആണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളും പീഡനങ്ങളും അദ്ദേഹത്തിന്റെ ഹൃദയത്തെ അങ്ങേയറ്റം നുറുക്കിക്കൊണ്ടിരുന്നിരുന്നു. അദ്ദേഹത്തിന് ആ വിഷയത്തിലുള്ള ദുആകൾ, ആഹ്വാനങ്ങൾ, മുസ്ലിം ലോകത്തിന്റെ നന്മക്കും സുരക്ഷയ്ക്കും വേണ്ടിയൊക്കെ സൗദി അറേബ്യ നിലകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ, ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ദഅവത്തും. മുസ്ലിം സഹോദരങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും വഴിയിൽ ഉറച്ചു നിൽക്കണം. അവർ ഷിർക്കിലേക്ക് തെന്നിപ്പോകരുത്, ബിദ്അകൾ
തെറ്റുകളിലേക്ക് തെന്നിപ്പോകരുത്, സുന്നത്തിലുള്ളതനുസരിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അവർക്ക് കഴിയണം എന്നൊരു നസീഹത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ രചനകളുള്ളത്. അതിൽ മുസ്ലിം സാധാരണക്കാരോട് വളരെ വലിയ ഹൃദയബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം എഴുതിയ പല പുസ്തകങ്ങളും, മിക്കവാറും പുസ്തകങ്ങൾ വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പം നമസ്കാരത്തിന്റെ രൂപം, നോമ്പുമായിട്ട് ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, ഹജ്ജ്, ഉംറ, സിയാറത്ത്, അതായത് മദീനയിൽ സിയാറത്തിന് വരുന്ന ആൾക്കാർ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വിശദീകരിക്കുന്ന നമ്മൾ ഈ ട്രാക്ട്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന വളരെ ലഘു പുസ്തകങ്ങൾ. ആ ലഘു പുസ്തകങ്ങളാണ് ഷെയ്ഖ് ബിൻ ബാസ് എഴുതിയ കുറേ പുസ്തകങ്ങൾ. അല്ലാതെയും അദ്ദേഹത്തിന്റെ ഒരുപാട് രചനകളുണ്ട്. ഇപ്പൊ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ ദഅവത്തും, അഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ദഅവത്തുഹു വസീറത്തുഹു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. എന്താണ് അത്തഹ്ദീറു മിനൽ ബിദ്അത്തുകൾക്കെതിരായ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ട് നബിദിനാഘോഷം, മിറാജ് ആഘോഷം, ഇതിനൊക്കെതിരെ ബോധവൽക്കരിക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായത്തിനെതിരെ ഇസ്തിഗാസ, ജ്യോത്സ്യന്മാരെടുത്ത് പോവുക, കൈനോട്ടക്കാരെടുത്ത് പോവുക, ഇങ്ങനത്തെ സമ്പ്രദായങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. ഇതിനു പുറമെ അദ്ദേഹം ലജ്നയുടെ പിന്നെ തലപ്പത്ത് നിൽക്കുന്ന ആൾ എന്നുള്ള നിലക്ക് അദ്ദേഹം കൊടുത്ത ഒരുപാട് ഫത്വാകൾ, ആ ഫത്വാകൾ മജ്മൂൽ ഫത്താവ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഫത്വകൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഫത്വകൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആധുനിക ലോകത്ത് നിന്ന് പിന്നെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് എഴുതി ചോദിക്കപ്പെട്ട, ടെലിഫോണിലൂടെ ചോദിക്കപ്പെട്ട കുറേ മതപരമായ സംശയങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ഉത്തരങ്ങളുണ്ട്. പക്ഷേ അതിലൊക്കെ അപ്പുറത്ത് ഞാൻ പറയുന്ന ഏറ്റവും സിമ്പിളായി നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, സിയാറത്ത്, ആ വിഷയത്തിലൊക്കെ വേറെ കെട്ടിക്കുടുക്കുകളൊന്നും ഇല്ലാതെ ഓരോ വിഷയത്തിൽ ആയത്ത് ഉദ്ധരിക്കുന്നു, ഹദീസ് ഉദ്ധരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അത് മാത്രം വളരെ ലളിതമായി പറഞ്ഞു പോകുന്ന പുസ്തകങ്ങൾ, അത് പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വിതരണം ചെയ്യപ്പെടുകയും, പുസ്തകങ്ങൾ ചെറുതാണെങ്കിലും ലക്ഷക്കണക്കിന് വായനക്കാർ വായിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും അടിസ്ഥാന റെഫറൻസുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പൊ ഈ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ ദർസുകളുടെ റെക്കോർഡുകളിലൂടെ ഈ സമയമായപ്പോഴേക്കും ഷെയ്ഖ് ഇബ്നു ബാസ് ഒരു സഊദി പണ്ഡിതൻ എന്നുള്ളിടത്തു നിന്ന് മാറി, അല്ലെങ്കിൽ മദീന യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ ഗുരുനാഥൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറി ലോക മുസ്ലിങ്ങൾക്ക് മുഴുവൻ സുപരിചിതനായ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിം സാധാരണക്കാർ ഇത്തരം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി അവലംബിക്കുന്ന വളരെ ലളിതമായ പുസ്തകങ്ങളുടെ രചയിതാവായ ഒരു മഹാപണ്ഡിതൻ എന്നുള്ള നിലക്ക് വളരെ വിശ്വവിഖ്യാതനായ ഒരാളായി അദ്ദേഹം ഈ സമയമായപ്പോഴേക്കും മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ പിന്നെ സൗദി അറേബ്യയിലെ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നമ്മൾ പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ജീവിതം അത് കൂടുതൽ തിരക്ക് പിടിച്ചതായി തീരുന്നു. അദ്ദേഹത്തിനോട് പിന്നെ പലതരത്തിലുള്ള ഫത്വകൾ ചോദിച്ചുകൊണ്ട് ആളുകൾ വരുന്നു. അദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണങ്ങളുടെ റെക്കോർഡുകൾ, ആ റെക്കോർഡുകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തുന്നു. അവിടെയൊക്കെ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സലഫി മൂവ്മെന്റുകൾ ഉണ്ടാകുന്നു. ഇത് ശരിക്ക് എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും അത്. അതുവരെയുള്ള സലഫി പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ജിയോഗ്രഫിക്കലി വളരെ ഡിസ്കണക്റ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ സയ്യിദ് റഷീദ് തന്നെ അൽമനാർ മാസിക ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെത്തി സ്വാധീനം ഉണ്ടാക്കി നമുക്ക് പറയാം. അതൊരു ഗ്ലോബൽ മൊമെന്റ് ആയിരുന്നു. അങ്ങനെയുള്ള ചില അപൂർവം അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പൊതുവിൽ ഒരു നാട്ടിലെ സലഫി ദഅവ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് പൊതുവിൽ ചെയ്തിരുന്നത്. പക്ഷേ ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അതൊരു ഗ്ലോബൽ ഫിനോമിനനായി മാറിയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വായിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ലോകത്ത് ഉടനീളം സലഫികൾക്ക് അദ്ദേഹം ഒരു ഗുരുമുഖമായി തീരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് പിന്നെ കാണാൻ കഴിയുന്നത്. പിന്നീട് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ 1950-കളിൽ ഫഹദ് രാജാവ് അതിനിടയ്ക്ക് സൗദിയിൽ ഭരണമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഫൈസൽ രാജാവിന് ശേഷം ഖാലിദ് രാജാവ് സൗദി അറേബ്യയുടെ പിന്നെ രാജാവാകുന്നുണ്ട്. അവിടെ പിന്നെ റിയാസത്തുൽ ആമ ലിൽ ബുഹൂസിൽ ഇൽമിയ്യത്തി വൽ ഇഫ്ത എന്ന് പറഞ്ഞിട്ട് ഒരു മിനിസ്ട്രി ഉണ്ടാവുന്നുണ്ട്. ആ മിനിസ്ട്രിയുടെ ചുമതല ഇബ്നു ബാസിന് വരുന്നുണ്ട്. ഇബ്നു ബാസിനെ പോലുള്ള ഒരാൾ മന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്ത് കൊണ്ടുവരുന്ന ഒരു സ്വാധീനമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇബ്നു ബാസിന് ഉണ്ടാവുന്ന ഒരു സ്വാധീനമല്ല. അദ്ദേഹത്തിനെ പോലുള്ള ഒരു സാത്വികനായ ഒരു മഹാപണ്ഡിതൻ ഒരു രാജ്യത്തൊരു മന്ത്രി പദവിയുള്ള ആളായി വരിക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദഅവത്തിന് അത് എത്രത്തോളം ബൂസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ കൂടുതൽ ശക്തമായി നടക്കാൻ തുടങ്ങുന്നു. 1950-കളുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഫഹദ് ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ രാജാവ്, അദ്ദേഹം രാജാവായി നിശ്ചയിക്കപ്പെട്ടതോടുകൂടി ഇബ്നു ബാസ് ഏകദേശം അദ്ദേഹത്തിന്റെ ജീവിത സായാഹ്നത്തിൽ എത്തി തുടങ്ങിയ ഒരു സമയമാണിത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിലേക്ക് കാലുവെച്ച് തുടങ്ങിയ ഒരു സമയമാണ്. പല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ആ സമയത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഫഹദ് രാജാവും ഇബ്നു ബാസ് എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു ആത്മബന്ധമായിരുന്നു എന്നാണ് പൊതുവിൽ പറയുക. ഫഹദ് രാജാവ് എന്നതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസും സൗദി അറേബ്യയുടെ ഒരു മുഖമായി ആഗോളതലത്തിൽ നിറഞ്ഞു നിന്നൊരു കാലമാണത്. കിങ് ഫഹദ് കോംപ്ലക്സ് ഫോർ പ്രിന്റിംഗ് ഓഫ് ദി ഹോളി ഖുർആൻ എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ, മദീനയിലെ ഖുർആൻ പ്രധാനമായും മുസ്ഹഫുകളും ഖുർആൻ പരിഭാഷകളും അച്ചടിക്കുന്ന കേന്ദ്രം. ഇത് ഫഹദ് രാജാവിന്റെ കാലത്ത് ഖുർആൻ അച്ചടിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട അച്ചടിശാലയാണ്. അതുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ
ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ തഖിയുദ്ദീൻ അൽ ഹിലാലി, മുഹമ്മദ് മുഹ്സിൻ ഖാൻ, ഇവർ രണ്ടുപേരും ചേർന്ന് തയ്യാറാക്കിയ ഇംഗ്ലീഷ് പരിഭാഷ, വേറെ ഇംഗ്ലീഷ് പരിഭാഷകൾ അവിടെ നിന്ന് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഇബ്നു ബാസിന്റെ ഫോർവേഡ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കാൻ കിട്ടും. അതായത് ലോക തലത്തിൽ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ സലഫി ഉസൂലുകളിൽ നിന്നുകൊണ്ട് തയ്യാറാക്കപ്പെട്ടത് ലോകവ്യാപകമായി സൗജന്യമായി വിതരണം ചെയ്യപ്പെടാൻ ഇത് നിമിത്തമാവുന്നുണ്ട്. നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയുടെ ഖുർആൻ പരിഭാഷ അവിടുന്ന് അച്ചടിക്കപ്പെട്ടു. ലോകത്തിന്റെ നാനാ ഭാഷകളിൽ ഖുർആൻ പരിഭാഷകൾ അച്ചടിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇത് ഫഹദ് രാജാവിന്റെ കാലത്താണ് വരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു മെന്റർഷിപ്പ്, അതിൻ്റെയൊക്കെ ഒരു ഗൈഡ്, അതിൻ്റെയൊക്കെ ഒരു മുഖ്യ പ്രചോദനം, അതിൻ്റെ ഒരു മേൽനോട്ടം എന്ന് പറയുന്നത് ഷെയ്ഖ് ഇബ്ൻ ബാസ് ആണ്. ഞാൻ പറയുന്നത് ഒരു പണ്ഡിതൻ, ആധുനിക ചരിത്രത്തിൽ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ആക്ടിവിസത്തിന്റെ അതിർത്തി വരകൾ അതിങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുവന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ലെവലുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഒരു ഭരണകൂടത്തിന്റെ ഏജൻസികളെ എങ്ങനെ ദഅവത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് അത്രയും ഉജ്ജ്വലമായി ഷെയ്ഖ് ഇബ്ൻ ബാസ് കാണിച്ചു തരികയാണ്. കാരണം അത് നമ്മൾ ശരിക്കും, കാരണം അദ്ദേഹത്തിന്റെ ദർസുകൾ മാത്രമല്ല, ഈ ഖുർആൻ പരിഭാഷകൾ ലോകവ്യാപകമായി വിതരണം ചെയ്യപ്പെടുന്ന അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എത്രയാണ്. ഇതേപോലുള്ള കുറേ പദ്ധതികളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഞാൻ വിശദമായി പറയല്ലോ, ഇപ്പോൾ 1990കളുടെ തുടക്കം ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം, സൗദി അറേബ്യയെ സംബന്ധിച്ച് മാത്രമല്ല, ഗൾഫിനെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ തന്നെ വളരെ സംഘർഷഭരിതമായൊരു കാലമായിരുന്നു. നമുക്കറിയാം ഈ ഗൾഫ് വാർ, ഈ കുവൈത്ത് ഇറാഖ് പ്രശ്നം എന്ന് പറയുന്നത്, സദ്ദാം ഹുസൈൻ കുവൈത്തിനെ ആക്രമിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ കുവൈത്തും സൗദി അറേബ്യയൊക്കെ ഒരു പക്ഷത്താവുന്നു, ഇറാഖ് വേറൊരു പക്ഷത്താവുന്നു, ഇവർ തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു, യുദ്ധം ഉണ്ടാകുന്നു, അമേരിക്ക ഇടപെടുന്നു. അപ്പോൾ അമേരിക്കൻ സൈനിക ക്യാമ്പുകൾ സൗദി അറേബ്യയുടെ മണ്ണിൽ തുറക്കുന്നു. ഇത് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ്. ഞാൻ അതിന്റെ ശരിതെറ്റുകളിലേക്ക് ഒന്നല്ല പോകുന്നത്, അതിന്റെ നന്മയും തിന്മയും എന്താണെങ്കിലും ഈ കാലമായപ്പോൾ ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പിന്നെ കുവൈത്തിന്റെ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടി സൗദി അറേബ്യ അമേരിക്ക സൈനികമായ സഹായം വാഗ്ദാനം ചെയ്യുകയും ആ സൈനിക സഹായം കൊടുക്കണമെങ്കിൽ മിലിറ്ററി ബേസ് ഗൾഫിൽ അമേരിക്കക്ക് ആവശ്യമാണ് എന്ന നിലയിൽ സൗദി അറേബ്യയിൽ പിന്നെ അമേരിക്കൻ മിലിറ്ററി ക്യാമ്പുകൾ തുടങ്ങാനുള്ള അനുവാദം ഭരണകൂടം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പ്രത്യേകിച്ചും സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വിശാലമായ ഒരു രാജ്യമാണ്. അതിന്റെ ഒരു സൈഡിൽ ചെങ്കടലും വേറൊരു സൈഡിൽ അറബിക്കടലുമാണ്. അപ്പോൾ ഈ അറബിക്കടൽ തീരത്തുള്ള സൗദി നഗരങ്ങളിലാണ്, കാരണം ഈ കുവൈത്ത് ഇറാഖ് പ്രശ്നം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ദമ്മാമിലൊക്കെയാണ് ഇതിന്റെ പ്രകമ്പനങ്ങൾ കൂടുതൽ ഉണ്ടായത്, ഈ മിലിറ്ററി ബേസുകൾ തുറന്നത്. അപ്പോൾ ഈ പട്ടാള ക്യാമ്പുകൾ തുടങ്ങിയ സമയത്ത് അതൊരു എന്താണ് പറയുക, അതിന്റെ വേറെ പിന്നെ ഗ്ലോബൽ പൊളിറ്റിക്സ്, അതിന്റെ ജിയോ പൊളിറ്റിക്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കപ്പുറത്ത് സൗദി അറേബ്യയിൽ ഇത് വ്യാപകമായ ചർച്ചകൾക്ക് കാരണമായി. കാരണം അത്രയധികം അമുസ്ലിങ്ങൾ, കാരണം ഈ അമേരിക്കൻ പട്ടാളക്കാർ എന്ന് പറഞ്ഞാൽ മിക്കവാറും ക്രിസ്ത്യാനികളാണ്, അവർ സൗദി മണ്ണിലെത്തുകയാണ്. ഇതൊരു ഇസ്ലാമിക രാജ്യം, ഒരു ഇസ്ലാമിക ഘടന. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മന്ത്രാലയം, ഈ തരത്തിലുള്ള കുറേ പ്രവർത്തനങ്ങൾ, മതവിദ്യാർത്ഥികൾ, സർവകലാശാലകൾ, ഇതൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയിൽ ഇത്രയധികം അമുസ്ലിം പട്ടാളക്കാർ വന്ന് ഇറങ്ങുന്നു. അവരെന്ന് പറഞ്ഞാൽ പ്രത്യേക ക്യാമ്പുകളിലാണ് ജീവിച്ചിരുന്നത്, സാധാരണക്കാരായിട്ട് ഇടപഴകൽ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ഉള്ളിൽ വേറൊരു ലോകമായിരുന്നു. അപ്പോൾ ചില സൗദി പണക്കാർ ഇവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കണം, കാരണം ഇവർ സൗദി അറേബ്യയിൽ വന്ന് ഇങ്ങനെ ജീവിക്കുമ്പോൾ അവർക്കിടയിൽ ഇസ്ലാമിക ദഅവത്ത് നടത്താനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കണം എന്ന് അവർ ചിന്തിക്കുകയും ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അവർ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഈ ദമ്മാം ഏരിയയിലൊക്കെ അവർ ഈ ജാലിയാത്ത് എന്ന് കേട്ടിട്ടുണ്ടാവും, ദഅവത്ത് വൽ ഇർഷാദ്, അതായത് ഈ കാൾ ആൻഡ് ഗൈഡൻസ്, അതായത് ദഅവത്തിനും മാർഗദർശനത്തിനുള്ള കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള ചില ഓഫീസുകൾ നമ്മൾ തുടങ്ങണം, അതിന്റെ ഫണ്ടിങ് നമ്മൾ ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ ചില സൗദി പണക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഈ ദമ്മാം ഏരിയയിൽ തുടങ്ങി. പിന്നെ അങ്ങനെ സൗദി അറേബ്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇങ്ങനത്തെ ജാലിയാത്തുകൾ ഉണ്ടായി. ഈ ഒരു മൂവ്മെന്റിന്റെ എല്ലാ അർത്ഥത്തിലുള്ള മോട്ടിവേഷനും സപ്പോർട്ടും ഷെയ്ഖ് ഇബ്നു ബാസ് ആയിരുന്നു. ഷെയ്ഖ് ഇബ്നു ബാസിന് സൗദി അറേബ്യയുടെ അധികാര കേന്ദ്രങ്ങളിൽ അത്രയധികം സ്വാധീനം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെ നന്നായി പിന്തുണച്ചു, നന്നായി മെന്റർ ചെയ്തു, അതിന് എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടും കൊടുത്തു. കുറെ അമേരിക്കൻ പട്ടാളക്കാർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. അവിടെ എത്തിയ അമേരിക്കൻ പട്ടാളക്കാർ പലരും ഇവരുടെ ദഅവത്തിൽ നിന്ന് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കിയിട്ട് അവരിൽ കുറെ ആൾക്കാർ ഇസ്ലാം സ്വീകരിച്ച അനുഭവം ഉണ്ടായി. അപ്പോൾ ഇത് കൂടുതൽ ഇൻസ്പിറേഷൻ ആയി, കൂടുതൽ ജാലിയാത്തുകൾ തുറക്കാനും ഇതിനെ കൂടുതൽ സൗദി പണക്കാർ ഇതിനെ ഫൈനാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ജാലിയാത്തുകളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് പ്രധാനമായി സൗദികളല്ലാത്തവർക്കിടയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുക എന്നുള്ളതായിരുന്നു. സൗദി അറേബ്യയിൽ സൗദികൾക്ക് ഇസ്ലാം പഠിക്കാൻ അവരുടെ സ്കൂളുകളിൽ ഈ സിലബസിൽ ഈ ഭാഗങ്ങളുണ്ട്, ദർസുകളുണ്ട്, അവരുടെ വേറെ സംവിധാനങ്ങളുണ്ട്. അത് നിലനിൽക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ പെട്രോൾ വന്നതോടുകൂടി കുറെ തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടായതോടുകൂടി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് തൊഴിൽ
തൊഴിലാളികൾ അവിടെ എത്താൻ തുടങ്ങിയതോടുകൂടി അവർ സൗദിയിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ വന്ന പോലെ മടങ്ങിപ്പോകരുത്, അവർക്ക് ദീനിനെ പറ്റിയുള്ള അവബോധം കിട്ടിയിട്ട് അവർ മടങ്ങിപ്പോകണം എന്നുള്ളൊരു നിലപാടുണ്ടായി വരികയും അതിനുള്ള വേദിയായി ജാലിയാത്തുകൾ എന്ന് പറഞ്ഞാൽ വെറും അമേരിക്കൻ പട്ടാളക്കാരിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം എല്ലാതരം വിദേശികളെയും അഭിമുഖീകരിക്കുന്ന ഒരു പ്രവർത്തന പദ്ധതിയായി അത് വികസിക്കുകയും ചെയ്യുന്നുണ്ട്. 1999 ബിനുവാസ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങളിലാണ് ഈ പ്രവർത്തനം വളരെ സജീവമായി തീരുന്നത്. ജാലിയാത്തുകൾ ചെയ്തത് പല നാടുകളിൽ നിന്ന്, അതായത് കുറേ ഭാഷകൾ സംസാരിക്കുന്ന വിദേശികളാണ് സൗദിയിലുള്ളത്. അപ്പൊ അവരുടെ ഭാഷയിൽ അവരോട് ദഅവത്ത് നടത്താൻ പറ്റുന്ന ആൾക്കാരെ അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു, അവരെ ഇവിടെ ജോലിയായിട്ട് ഇത് ഏൽപ്പിച്ചു. അപ്പൊ അവര് ക്ലാസ്സുകൾ നടത്തും, അവര് പിന്നെ ഖുർആൻ പഠിപ്പിക്കും, അവര് ഹദീസുകൾ പഠിപ്പിക്കും, അവർ ആൾക്കാരുടെ സംശയങ്ങൾക്ക് മറുപടി പറയും. അപ്പൊ ഈ ആഴ്ചയിൽ ഒരിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിദേശികളായ തൊഴിലിന് വന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ഇങ്ങനെ നൈരന്തര്യത്തോടു കൂടി നടക്കും. അതിന്റെ കൂടെ സൗദി അറേബ്യയിലെ സലഫി പണ്ഡിതന്മാരുടെ ഇപ്പൊ ഷെയ്ഖ് ബിൻ ബാസിന്റെ ഒക്കെ അറബി പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക, ഉറുദുവിലേക്ക് പരിഭാഷപ്പെടുത്തുക, ബംഗാളിയിലേക്ക് പരിഭാഷപ്പെടുത്തുക, ഹിന്ദിയിലേക്ക് പരിഭാഷപ്പെടുത്തുക, ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്ന രീതിയിൽ അവിടുത്തെ സൗദി സലഫി ടെക്സ്റ്റുകൾ ലോകത്തെ വ്യത്യസ്ത ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് ആ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ അത് സൗജന്യമായി വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. അതൊക്കെയായിരുന്നു ജാലിയാത്തുകളുടെ പദ്ധതി. അവര് വിദേശികളായ മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാം പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടത്തി, അതോടൊപ്പം മുസ്ലിം സഹോദരങ്ങളെ ഷിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും മോചിപ്പിക്കാനും അവരെ തൗഹീദും സുന്നത്തും പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അവിടുത്തെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ വ്യാപകമായി അതത് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത് വിതരണം ചെയ്യുകയും ചെയ്തു. ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അത് ഇപ്പൊ കേരളത്തിലൊക്കെ നമുക്കറിയാലോ, പലർക്കും മതപരമായി പുതിയൊരു പ്രബുദ്ധത സൗദി അറേബ്യയിൽ പോയതിനു ശേഷം കിട്ടാനുള്ള കാരണം ഈ ജാലിയാത്തിന്റെ പ്രവർത്തനങ്ങളും ജാലിയാത്തിൽ നടന്ന ക്ലാസ്സുകളും ജാലിയാത്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളും. ഇപ്പൊ നമ്മളുടെ നാട്ടിലൊക്കെ ഷെയ്ഖ് ബിൻ ബാസ് ഒരുപാട് വായിക്കപ്പെടാനുള്ള കാരണം ജാലിയാത്തുകളാണ്. അപ്പോൾ ജാലിയാത്തുകളിൽ ജോലി ചെയ്ത ഒരുപാട് മലയാളികളുണ്ട്. നമ്മൾ അവരുടെയൊക്കെ പേരുകൾ ഇതിൽ കാണും. ഇപ്പൊ നമ്മൾ പല ഇതേപോലുള്ള പുസ്തകങ്ങളും വായിക്കുമ്പോൾ വിവർത്തനം എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പരിചയമുള്ള പേരുകൾ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഈ ജാലിയാത്ത് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവരവിടെ എത്തിയത് കൊണ്ടാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഫത്വകൾ എന്ന് പറഞ്ഞാൽ ലോകം ആ ഫത്വകൾക്ക് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടല്ലോ ഒരു ആ തരത്തിലുള്ള ഒരു ഒതന്റിസിറ്റി അതിന് വരികയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇൽമ്, അദ്ദേഹത്തിന്റെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഇൽമിന്റെ ഒരു ആഴം, കൃത്യത, പരപ്പ്, അദ്ദേഹത്തിന്റെ ഇൻസൈറ്റുകൾ എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരുന്നു. അത് അൺഡിനയബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ്, ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് എന്ന് നിസ്സംശയം അന്നത്തെ മുസ്ലിം പണ്ഡിത ലോകം പൊതുവിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ അംഗീകരിച്ച ഒരാളാണ് ഷെയ്ഖ് ബിൻ ബാസ്. അത് വേറെ വിഭാഗീയതകൾക്കൊക്കെ അപ്പുറത്ത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹവുമായി പെരുമാറിയ എല്ലാവരും, അദ്ദേഹത്തിന്റെ വറവും അദ്ദേഹത്തിന്റെ സുഹൃദും അദ്ദേഹത്തിന്റെ ഇബാദത്തും അദ്ദേഹത്തിന്റെ വിനയവും ഇതെല്ലാം കണ്ടിട്ട് ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നമ്മൾ ആ തരത്തിൽ അദ്ദേഹവുമായി ഒരുപക്ഷെ ആദർശപരമായി വിയോജിക്കുന്ന ആ രീതിയിൽ സലഫികളല്ലാത്ത ആളുകൾ പോലും അദ്ദേഹത്തിന്റെ ഒരു ജീവിത നൈർമല്യത്തെയും സ്വഭാവ വിശുദ്ധിയെയും ഒക്കെ വാഴ്ത്തുന്ന ഒരവസ്ഥാവിശേഷമൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ 1993 ഫഹദ് രാജാവ് അദ്ദേഹം ഈ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന സംവിധാനം അദ്ദേഹം തിരിച്ചു കൊണ്ടുവരാണ്. അതായത് അതുവരെ സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആൽ ഷെയ്ഖ് മരണപ്പെട്ടതിന് ശേഷം അങ്ങനെ ഒരു സംവിധാനം ഇല്ല. അപ്പൊ അദ്ദേഹം ഷെയ്ഖ് ബിൻ ബാസ് ഇങ്ങനത്തെ ഒരു ഗ്ലോബൽ ഫിനോമിനായി മാറിയപ്പോൾ ഒരുപക്ഷേ സൗദി ഭരണകൂടം നമ്മൾക്ക് ഈ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള ഒരു സംവിധാനം ഒരിക്കൽ കൂടി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്, അത് നല്ലതായിരിക്കും എന്നവർക്ക് തോന്നുകയും അങ്ങനെ അവർ ആ ഒരു പദവിയിലേക്ക് ഷെയ്ഖ് ബിൻ ബാസിനെ അവർ നിയോഗിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മദീന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം പോന്നിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു അതിന്റെ ഡീൻ. നേരത്തെ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ആലു ഷെയ്ഖ് പ്രവർത്തിച്ച പോലെ. പക്ഷേ അദ്ദേഹത്തിന് അവിടെ താമസിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ഹയ്യ, ലജ്ന, ഈ പിന്നെ എന്താണ് റിയാസ, വിസാറ, ഇങ്ങനത്തെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ റിയാദിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ കാലത്ത് ജീവിച്ചത്. അപ്പൊ നമ്മൾ ഈ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുമ്പോൾ ദി ഗ്രാൻഡ് മുഫ്തി എന്ന് നമുക്ക് ഒരാളെ പറ്റി പറയാൻ പറ്റുമെങ്കിൽ അത് ഷെയ്ഖ് ബിൻ ബാസ് ആണ്. അതായത് ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ സൗദി ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ സിംപ്ലി സൗദി ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവൻ അത്രയും പോപ്പുലറായ, അതായത് ആ ഒരു പദവിക്ക് അത്രയും വിസിബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ടെനർ എന്ന് പറയുന്നത് ഷെയ്ഖ് ബിൻ ബാസ് ഗ്രാൻഡ് മുഫ്തി ആയ കാലമാണ്. കാരണം അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ആകുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിഫാക്റ്റോ ഒരു മുസ്ലിം ലോകത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായി കഴിഞ്ഞിരുന്നു, ആരും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാതെ തന്നെ. അപ്പൊ ആ നിലക്കുള്ള സ്വാധീനം ഉണ്ടാക്കിയ ഒരാളാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. 1999 മെയ് മാസം 13 ഷെയ്ഖ് ബിൻ ബാസിന്റെ മരണം. അദ്ദേഹം അതായത് മുഹറം മാസത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഷെയ്ഖ് ബിൻ ബാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാ വർഷവും ഹജ്ജിന് പോകുമായിരുന്നു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അത് ഹജ്ജ് എന്ന് പറയുന്ന ഒരു ഇബാദത്തിന്റെ നിർവൃതി ഒരു വശത്തുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഹജ്ജിന് അത്രയും നിഷ്കർഷയോടുകൂടി എല്ലാ വർഷവും ഹജ്ജിന് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും മുസ്ലിങ്ങൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണത്. കാരണം അദ്ദേഹം ദഅവത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ
അത്രക്കും ജെന്യൂൻ ആയിരുന്നു. അതിനുള്ള ഒരവസരവും മിസ്സാക്കരുത് എന്നുള്ളത് അദ്ദേഹത്തിന് അത്രയും നിഷ്ഠമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഹജ്ജിന് പോകും, ഹാജിമാരെ നടുവ് പോയി ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുണ്ടാക്കുന്നൊരു ഇമ്പാക്ഷൻ എന്തായിരിക്കും? ഈ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള ഇത്രയും വിശ്വപ്രസിദ്ധനായ ഒരു പണ്ഡിതൻ ഹാജിമാരെ നടുവ് വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചുറ്റും കൂടും. അപ്പോൾ അവരോടൊക്കെ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് പുസ്തകങ്ങൾ കൊടുക്കും, അവർക്ക് സഹായങ്ങൾ കൊടുക്കും, അവരുടെ നാട്ടിൽ ദഅവത്തിന് പ്രചോദിപ്പിക്കും. അവർ നാട്ടിൽ പോയാൽ പിന്നെയും ഇബ്നു ബാസുമായിട്ട് ബന്ധപ്പെടും. അവിടെയൊക്കെ ആ രീതിയിൽ ദഅവത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇത് അദ്ദേഹത്തിന് കൊടുത്തിരുന്നൊരു സംതൃപ്തി, അതായത് ദഅവത്തിന്, ലോകം മുഴുവൻ ദഅവത്തിന് കാരണക്കാരനാകുന്നു എന്നതിൽ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ അപാരമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹത്തിന്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തിന് കഠിനമായ രോഗം ബാധിക്കുന്നുണ്ട്. ക്യാൻസർ ആണ്. നമ്മൾ ഈ ഈസോഫാഗസ്, ഈ അന്നനാളത്തിനുള്ള അർബുദമാണ് ഷെയ്ഖ് ഇബ്നു ബാസിന് വരുന്നത്. ഈസോഫീജിയൽ ക്യാൻസർ എന്ന് പറയുന്നത് ശരിക്കും വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയാണ്. ഇബ്നു ബാസിന് ഇങ്ങനെ രോഗം വന്നിട്ട് അദ്ദേഹത്തിന്റെ ശരീരഭാരം ഏതാണ്ട് പകുതിയായി ചുരുങ്ങുന്നു. കഠിനമായ അവശത അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ദൃശ്യമാകുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം, ഈ ഖരഭക്ഷണം, നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഭക്ഷണം അദ്ദേഹത്തിന് ഇറക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകുന്നു. അപ്പോൾ ഈ നമ്മൾ ഈ ലിക്വിഡ് ആക്കിയിട്ട് കൊടുക്കുന്ന ഭക്ഷണം മാത്രമേ കുടിക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇബ്നു ബാസ് ഉള്ളത്. പക്ഷേ ഇതിൽ ചുറ്റുണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത് അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, അങ്ങനെ ഒരു രോഗം ബാധിച്ച കാര്യം ഈ കാണുന്ന ആളുകൾക്ക് മുഴുവൻ മനസ്സിലായിട്ട് ഇബ്നു ബാസ് അത് അക്നോളജ് ചെയ്യാത്ത അവസ്ഥയിലായിരുന്നു. പറഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു വിഷയമല്ലായിരുന്നു. അദ്ദേഹം അത് അള്ളാഹുവിന്റെ ഖദറാണ്, അത് ഞാൻ ക്ഷമിക്കുന്നു, ആ ക്ഷമക്ക് എനിക്ക് പ്രതിഫലം ഉണ്ടാവും. അദ്ദേഹം ഒരു വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു പരീക്ഷണത്തെ ആശ്ലേഷിക്കുന്ന രീതിയിലാണ്, വളരെ ലാഘവത്തോടു കൂടിയാണ് അത്രയും കഠിനമായ രോഗാവസ്ഥയെ ഇബ്നു ബാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡെയിലി ഷെഡ്യൂളിൽ ഒരു മാറ്റവും വന്നില്ല എന്ന് മാത്രമല്ല, ഒരു മരണപ്പെടാൻ പോവുകയാണെന്ന് തോന്നുമ്പോൾ ഉണ്ടാവുമല്ലോ, കൂടുതലായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു ആവേശം വർദ്ധിക്കാല. അപ്പോൾ അദ്ദേഹത്തിന് സ്പീഡ് കൂടിയതുപോലെയാണ് അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ളവർക്ക് തോന്നിയത്. കാരണം അദ്ദേഹം പെട്ടെന്ന് ഫത്വകൾക്ക് ഇങ്ങനെ ധാരാളമായി മറുപടികൾ കൊടുക്കാൻ തുടങ്ങി. കത്തുകൾക്കൊക്കെ മറുപടികൾ എഴുതുന്നു, ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നു, സുദീർഘമായി നിന്ന് നമസ്കരിക്കുന്നു, ഇബാദത്തുകളിൽ വളരെ സജീവമായി നിരതനാകുന്നു, സ്വതക്കകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ രോഗം എന്ന് പറയുന്നത് വളരെ തീവ്രമായൊരു രോഗമായിട്ട് പോലും അത് തന്നെ ഒട്ടും ബാധിക്കാൻ സമ്മതിക്കാതെ അപാരമായ ചടുലതയോടുകൂടി. അപ്പൊ ചുറ്റുള്ള ആൾക്കാർ സ്വാഭാവികമായി ധർമ്മസങ്കടത്തിലാവും. കാരണം അദ്ദേഹത്തിന് ഒരു റെസ്റ്റ് കൊടുക്കാൻ അവർക്കൊരു റെസ്റ്റിലേക്ക് അദ്ദേഹത്തെ നിർബന്ധിപ്പിക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു. അപ്പോൾ ഇബ്നു ബാസ്, കാരണം ഈ അദ്ദേഹത്തിന്റെ ആ ഒരു ഘട്ടം പോലും ലെജൻഡറി ആയിരുന്നു. ഈ രോഗത്തെ വളരെ ലെജൻഡറി ആയ രീതിയിൽ നേരിട്ട ഒരാളാണ് ഷെയ്ഖ് ഇബ്നു ബാസ്. ഈ വേദന, ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത്രക്കും പെയിൻഫുൾ ആണ്. നമുക്കറിയാലോ, ഈ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മാത്രമല്ല, ഉള്ളിൽ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന വേദന. അദ്ദേഹത്തിന്റെ ഡോക്ടർമാർ തന്നെ പ്രയാസപ്പെടുകയാണ്. കാരണം ഈ വേദന, അതായത് അവർക്കറിയാലോ, അതായത് ഒരു ഫാക്ട് എന്നുള്ള നിലക്ക് ബയോളജിക്കലി വേദന അവർക്ക് അറിയാലോ എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷേ ഈ മുന്നിലിരിക്കുന്ന രോഗി അത് അത്രയും ലാഘവത്തിലെടുത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നാൽ അവരെന്താ ചെയ്യുക? അവർക്ക് തന്നെ പ്രയാസമായി പോകുന്ന തരത്തിൽ ഇതിനെപ്പറ്റിയുള്ള കുറേ വിവരണങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഏതായാലും ഷെയ്ഖ് ഇബ്നു ബാസ്, പക്ഷേ അള്ളാഹ് ആർക്കായാലും ഭൂമിയിൽ നിശ്ചയിച്ചൊരു ഒരു പരിധി ഉണ്ടാവും. നമുക്കറിയാം, ഏത് രോഗമാണെങ്കിലും നമ്മൾ എത്ര സാരമാക്കാതിരുന്നാലും ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിന് അതിന് കീഴടങ്ങേണ്ടി വരും. അപ്പോൾ ആ വർഷത്തെ ഹജ്ജിന് ഇബ്നു ബാസിന് പോകാൻ കഴിഞ്ഞില്ല. അത് അദ്ദേഹത്തെ മാനസികമായി വളരെ തകർത്ത് കളഞ്ഞൊരു സംഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഹജ്ജ് എന്നതിനോടൊപ്പം ആ ദഅവത്തിനുള്ള അവസരം, ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ ഈ പ്രചോദനം കൊടുക്കാനുള്ള അവസരം, അത് നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം വളരെ ഖിന്നനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ ഹജ്ജിന് പോകാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നതായിരുന്നു, നിർബന്ധം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഹജ്ജ് കടന്നുപോയി. പക്ഷേ ഈ ഹജ്ജ് കഴിഞ്ഞ് ഇങ്ങനെ ഹജ്ജ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു ആശ്വാസം തോന്നിയപ്പോൾ അദ്ദേഹം നിർബന്ധം പിടിച്ച് മക്കയിലെത്തിയെന്നാണ്. ഇയാളൊന്ന് ആ ഒരു രോഗാവസ്ഥയിലുള്ള ഒരാൾ മക്കയിലെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം നിർബന്ധം പിടിച്ച് മക്കയിലെത്തി. അദ്ദേഹം ഉംറ ചെയ്തു. കാരണം കഅബയായിട്ടും ഹറമുമായിട്ടും അള്ളാഹിന്റെ ഷിയാറുകളൊക്കെ ആയിട്ടുള്ള ഒരു ഹൃദയബന്ധാണിത്. അപ്പൊ ആ ഹജ്ജ് മിസ്സായത് ഒരു ഉംറ കൊണ്ടെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ എത്തുന്നതും. അങ്ങനെ അദ്ദേഹം ഉംറ ചെയ്യുന്നു. ഉംറ ചെയ്തിട്ട് അദ്ദേഹം നേരെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ദർസ് എടുക്കാൻ വേണ്ടി തോയിഫൊക്കെ പോവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അന്നത്തെ ശാരീരിക അവസ്ഥ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഇതേപോലുള്ള ഒരു രോഗാവസ്ഥയെ നമ്മളെങ്ങനെയായിരിക്കും മുഖാമുഖം നിൽക്കുക നമ്മൾക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതെ ചുറ്റുള്ളവരുടെ വിലക്കുകളൊക്കെ മറികടന്ന് അദ്ദേഹം തോയിഫിൽ പോയി ദർസ് എടുത്തു. പക്ഷേ അത് കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിന് വീണ്ടും ഒട്ടും വയ്യാതായി. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആയി. അങ്ങനെ തോയിഫിൽ വെച്ചാണ് അദ്ദേഹം മരിക്കുന്നത്. അതൊരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. അദ്ദേഹത്തെ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുവന്നു. പിറ്റേന്ന് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷമാണ് അവിടെ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം നടക്കുന്നത്. ആ ജനാസ നമസ്കാരത്തിന് അന്ന് ഫഹദ് രാജാവും അന്ന് അബ്ദുള്ള ആണ് കിരീടാവകാശി, അദ്ദേഹവും വളരെ പ്രസിദ്ധരായ കുറെ പണ്ഡിതന്മാരും ഒക്കെ ജനാസ നമസ്കാരത്തിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ എത്തിയിരുന്നു. പതിനായിരക്കണക്കിന് ആളുകൾ അന്നത്തെ ജുമാ ഖുതുബയിൽ ഇബ്നു ബാസിനെ കുറിച്ച് വളരെ വൈകാരികമായ സംസാരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് 12 വയസ്സൊക്കെ ഉള്ള ഒരു സമയമാണ് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ആ ഒരു വാർത്ത
ഈ ചില മരണവാർത്തകൾ നമ്മൾ ഈമാൻ കൂട്ടെന്ന് പറയില്ലേ, നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ചില ലെജൻസിനെ കാണുന്നത് അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കാരണം അവരെക്കുറിച്ചുള്ള കുറേ വിവരണങ്ങൾ ഇങ്ങനെ വരുന്നു, കുറേ വാർത്തകൾ വരുന്നു, അതിലൂടെ നമ്മൾ ഒരാളെക്കുറിച്ചുള്ള ഒരു ഇമേജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അത് നമ്മളിൽ മാനസികമായി ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ആ നിലക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു വൈജ്ഞാനിക വസന്തമായിരുന്നു, സൗഭാഗ്യമായിരുന്നു ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറയാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ ഇതിൽ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുസ്ലിം ഭരണാധികാരികൾ, മുസ്ലിം നാടുകളുടെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഖലീഫമാർ, ഇപ്പോൾ ആദ്യത്തെ 4 ഖലീഫമാർ, ഇപ്പോൾ അല്ലെങ്കിൽ സഹാബിമാരിൽപ്പെട്ട ഭരണാധികാരികൾ, ഇപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു, അങ്ങനത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരാണ്. അപ്പോൾ ആ നിലക്ക് തന്നെ അവർ മുസ്ലിം ഭരണാധികാരികൾ എന്നുള്ള നിലക്ക് അവർക്ക് സവിശേഷമായ സ്റ്റാറ്റസ്, ഇപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇസ്ലാമിക ഭരണകൂടങ്ങളുടെ തലപ്പത്ത് നിന്നതെന്ന് പറഞ്ഞാൽ ആ നിലക്കുള്ള ഒരു പ്രാധാന്യവും ഒരു പദവിയും അവർക്കുണ്ട്. അവരുടെ അധികാരത്തിനും ആ നിലക്കുള്ള ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ഭരണകൂടങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പിൽക്കാലത്ത് വന്ന ഭരണകൂടങ്ങളും വളരെ പിൽക്കാലത്ത് വന്ന ഭരണകർത്താക്കളുമാണ്. അപ്പോൾ ആ ഭരണകർത്താക്കളിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും, പലതരത്തിലുള്ള ഭരണകൂടങ്ങളുണ്ടാവും. അതിൽ ഇസ്ലാമിനെ വളരെ വലിയ അളവിൽ ഉൾക്കൊണ്ടവരുണ്ടാകും, വളരെ വലിയ അളവിൽ ഇസ്ലാമിനോട് പ്രതിബദ്ധത പുലർത്തിയവരുണ്ടാവും, ചിലപ്പോൾ ചെറിയ അളവിൽ മാത്രം പ്രതിബദ്ധത പുലർത്തിയവരുണ്ടാവും. ഏത് ഭരണകൂടങ്ങളാണെങ്കിലും അവരുടെ കുറേ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടാവും, കുറേ തെറ്റുകൾ ഉണ്ടാവും. ഒരു ഭരണകൂടത്തിൽ തന്നെ പല ഭരണാധികാരികൾ ചിലപ്പോൾ ഇസ്ലാമിനോട് കൂറും പ്രതിബദ്ധതയും പുലർത്തുന്നത് പല അളവിലായിരിക്കും. ഒരേ ഭരണാധികാരി തന്നെ പല സമയങ്ങളിൽ ചിലപ്പോൾ പോളിസികൾ സ്വീകരിക്കുന്നത് പല രീതിയിലായിരിക്കും. പലപ്പോഴും അവരുടെയൊക്കെ പോളിസികൾ നിർണ്ണയിക്കപ്പെടുന്നത് ചിലപ്പോൾ പൂർണ്ണമായി ഇസ്ലാം കൊണ്ടാകാം, ചിലപ്പോൾ വേറെ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിനെ കൊണ്ടാകാം, ഇങ്ങനെ കൊണ്ടൊക്കെ ആകാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഖലീഫമാർക്കൊക്കെ ശേഷമുള്ള ഏതെങ്കിലും ഒരു ഇസ്ലാമിക ഭരണാധികാരിയെ ഇസ്ലാമിന്റെ വളരെ അന്യൂനമായൊരു പ്രതിനിധാനമായി നമ്മൾ അവതരിപ്പിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അത് സ്വാഭാവികമായി അവർ ചെയ്ത നന്മകളാണ്, തിന്മകളാണ്. നമ്മളൊക്കെ പോലെ തന്നെ, നമ്മളൊക്കെ പോലുള്ള മനുഷ്യന്മാരാണ് അവർ. അപ്പോൾ നമ്മൾ ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു ആധുനിക ഭരണ സംവിധാനത്തെ എടുത്ത് പരിശോധിച്ചാൽ ആ ഭരണകർത്താക്കൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു നന്മ, ഒരു പ്രധാനപ്പെട്ട നന്മ എന്ന് പറയുന്നത് ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർക്ക് അവർ ചെയ്തു കൊടുത്ത ഈ സൗകര്യങ്ങളും ഈ സംവിധാനങ്ങളുമാണ്. അതിലൂടെ മുസ്ലിം ലോകത്ത് അല്ലെങ്കിൽ ലോകത്ത് ആകമാനം നടന്ന ഇസ്ലാമിക ദഅവത്തിന്റെ, സലഫി ദഅവത്തിന്റെ, ദീൻ പഠിപ്പിക്കലിന്റെ ഒരു നല്ലൊരു അനുഭവം അവർ ചെയ്തൊരു നന്മയുടെ ഒരു ഭാഗമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിന്റെ അർത്ഥം അവിടുത്തെ എല്ലാ ഭരണാധികാരികളും, എല്ലാ ഭരണകൂടങ്ങളും എല്ലാ കാലത്തും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കുന്നോ, അതിലൊന്നും ആർക്കും ഒരു എതിർവാദവും പറയാൻ പാടില്ല എന്നോ അല്ല. അങ്ങനെ ഒരിക്കലും ഇല്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് മുഫ്തിയാണ്. ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ ഫത്വ കൊടുക്കുന്ന ആളാണല്ലോ. മുഫ്തി ആം എന്ന് പറഞ്ഞാൽ ഫത്വ കൊടുക്കുന്ന ആളാണ് മുഫ്തി. ഫത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫത്വ എന്ന് പറഞ്ഞാൽ ആൾക്കാർ മതപരമായ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് മറുപടികൾ കൊടുക്കുന്നതാണ് ഫത്വ. അപ്പോൾ ഈ ഫത്വ എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫത്വകളുണ്ട്. പക്ഷേ ആ ഫത്വകൾ എന്ന് പറഞ്ഞാൽ ഒരു മിഡീവൽ സെറ്റിംഗിലുള്ള ഫത്വകളാണ്. അതായത് അന്നത്തെ കാലത്തുള്ള പ്രശ്നങ്ങളോടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസ് പ്രതികരിക്കുന്നത് ആധുനിക കാലഘട്ടത്തിലെ പ്രശ്നങ്ങളോടാണ്. അല്ലാത്തതും ഉണ്ട്. നമ്മൾ ഫിഖ്ഹിയായ, അഖീദാപരമായി എല്ലാ കാലത്തും പ്രസക്തമായ കുറേ ചോദ്യങ്ങൾ ഉള്ളതോടൊപ്പം നമ്മുടെ കാലഘട്ടത്തിൻ്റെതായ കുറേ അധികം ചോദ്യങ്ങളോട് പ്രതികരിച്ച് ആ അർത്ഥത്തിൽ നമ്മൾക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാവുന്ന ഒരാളാണ് ഷെയ്ഖ് ഇബ്നു ബാസ്. അതുകൊണ്ട് തന്നെ ഫത്വകൾക്ക് ഇസ്ലാമിക വിജ്ഞാനം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യം ഫത്വകൾക്കുണ്ട്. നമുക്കറിയാലോ, നമ്മൾ ഏത് വിഷയം പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുക, അതിൽ വലിയ പണ്ഡിതന്മാരെ ഫത്വ ഉണ്ടോ നമ്മൾ ആദ്യം നോക്കുക. കാരണം നമ്മൾ കാണാത്ത ഹദീസുകൾ ഉണ്ടാവും, നമ്മൾ കാണാത്ത ആയത്തുകൾ ഉണ്ടാവും, നമ്മൾ കാണാത്ത കിതാബിന്റെ ഭാഗങ്ങൾ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഇല്ലാത്ത ഇൻസൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ജയൻസ് എന്ത് പറഞ്ഞു എന്ന ആ വിഷയത്തിൽ ആദ്യം നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ പാടുള്ളൂ. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറഞ്ഞാൽ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഏത് വിഷയത്തിലുള്ള ഫത്വ നോക്കുകയാണെങ്കിലും നമ്മൾ റെഫർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. കാരണം അത്രയും ഒരു സ്കോളർലി ജയന്റ് ആയിരുന്നു, അത്രയും വിഷയങ്ങളിൽ ഗഹനതയും പരപ്പുണ്ടായിരുന്ന ആളായിരുന്നു, അത്രയും ഫത്വകൾ നമ്മൾക്ക് വേണ്ടി അവശേഷിപ്പിച്ച ഒരാളാണ്. ഫത്വകൾ മാത്രമല്ല, അദ്ദേഹം അവശേഷിപ്പിച്ച ലിറ്ററേച്ചർ മൊത്തത്തിൽ നമ്മൾ ഏത് വിഷയത്തിലും നമ്മളൊരു ആധുനിക പണ്ഡിതൻ എന്നുള്ള ഇബ്നു ബാസ് ആ വിഷയത്തിൽ എന്താണ് പറഞ്ഞത് നോക്കുന്നത് നമ്മളുടെ റെഫറൻസിൽ നമ്മൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അത് ഇബ്നു ബാസ് മാത്രമല്ല, അപ്പോൾ അവിടുത്തെ ലജ്നത്തുൽ ദായിമ എന്ന് പറയുന്നത് പലരും പറയുമല്ലോ ലജ്നന്റെ ഫത്വ ഉണ്ട് എന്ന് പറയും. ഇത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ആധുനിക കാലഘട്ടത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഇമാം ഷാഫിനെ പോലത്തെ അല്ലെങ്കിൽ ഇമാം അഹമ്മദിനെ പോലത്തെ, ഇമാം മാലിക്കിനെ പോലത്തെ പണ്ഡിതന്മാരെന്നുള്ള ആൾക്കല്ല നമ്മൾ പറയുന്നത്. ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാപണ്ഡിതന്മാർ, നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് അവൈലബിൾ ആയ മഹാപണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരുടെ ഒരു സമിതിയാണത്. അതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിരുന്ന ഒരു ഡെപ്തും അവരുടെ ഒരു ഇന്റഗ്രിറ്റിയും വെച്ചിട്ട് അവർ നടത്തിയ ഗവേഷണങ്ങൾക്കും അവർ കൊടുത്ത മറുപടികൾക്കും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ
ജയൻസിന്റെ പിന്നെ ലിറ്ററേച്ചർ റെഫർ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അൽ-ലജ്നത്തു ദായിമയുടെ ഫത്വകൾ റെഫർ ചെയ്യുക എന്ന് പറയുന്നതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ലജ്ന മാത്രമല്ല, അങ്ങനത്തെ ഒരുപാട് ഫത്വ കൗൺസിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് ഇബ്നു ബാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം ഒരു മനുഷ്യനാണ്. അൽ-ലജ്നത്തു ദായിമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കാലഘട്ടത്തിലുള്ള വലിയ പണ്ഡിതന്മാരുടെ ഒരു സമിതിയാണ്. പക്ഷെ അവരും മനുഷ്യരാണ്. ആ മനുഷ്യർ എന്നുള്ളവർക്കുള്ള പരിമിതികൾ അവർക്ക് ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിൽ അബദ്ധങ്ങൾ സംഭവിക്കാം, അവർക്ക് ഓർമ്മപ്പശകുകൾ സംഭവിക്കാം. അതിലൊന്നും അവരാരും മുക്തരല്ല. കാരണം അങ്ങനെ മുക്തരാണെങ്കിൽ അവരൊന്നും മനുഷ്യരാവില്ല. അവരെക്കാൾ വലിയ പണ്ഡിതന്മാർ, ഇപ്പോൾ ഇമാം ഷാഫിയോ ഇമാം അഹമ്മദോ പോലും ഒരു കാര്യം പറഞ്ഞാൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്നാ പറയണത്, അവർ പോലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഹദീസിന് വിരുദ്ധമാണെന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായാൽ അവരോട് വളരെ റെസ്പെക്ട്ഫുള്ളി തന്നെ അവർ പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് എടുക്കാതിരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ലജ്ന എങ്ങനെയാണ് പറഞ്ഞത്, ഇബ്നു ബാസ് എങ്ങനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ആ വിഷയത്തിൽ അതാണ് ശരി, അതിൽ വേറൊരു സെക്കൻഡ് ഒപ്പീനിയൻ പാടില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. നമ്മൾ അത് ഇബ്നു ബാസിനോട് തന്നെ ചെയ്യുന്ന അനീതിയാണ്, അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശത്തോട് ചെയ്യുന്ന അനീതിയാണ്. അത് നമ്മൾക്കുള്ള റെഫറൻസുകളാണ്, നമ്മൾക്ക് ഇൻസൈറ്റുകൾ തരുന്ന ലിറ്ററേച്ചറാണ്. തീർച്ചയായും നമ്മൾ വളരെ റെസ്പെക്ട്ഫുള്ളി അത് പരിശോധിക്കേണ്ടതാണ്. അതുകൂടി പരിശോധിച്ചിട്ട് മാത്രമേ, കാരണം നമ്മളത് ഒരുപാട് അബദ്ധങ്ങൾ രക്ഷിക്കും. കാരണം ഇത്രയും വലിയ പണ്ഡിതന്മാർ ഇതൊക്കെ റെഫർ ചെയ്ത് അവർ പറഞ്ഞ അഭിപ്രായങ്ങൾ കൂടി നോക്കിയ ശേഷം മാത്രം നമ്മളൊരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മളുടെ അദബാണ്. പക്ഷേ അവർക്ക് അബദ്ധങ്ങൾ സംഭവിച്ചോന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ അബദ്ധങ്ങളൊന്നും ആവില്ല. അവരുടെ സാഹചര്യത്തിൽ ഒരു ഫത്വ വളരെ ശരിയായിരിക്കും. അവർ സൗദി അറേബ്യയുടെ ഒരു സാഹചര്യത്തിൽ നിന്ന് ആലോചിച്ച് കൊടുക്കുന്ന ഒരു ഫത്വയായിരിക്കും. നമ്മൾ ഇന്ത്യയുടെയോ കേരളത്തിന്റെയോ സാഹചര്യത്തിൽ ചിലപ്പോൾ ഫത്വ ശരിയാവില്ല. കാരണം ഫത്വകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാം. അപ്പൊ ആ ഒരു വിവേചന ബുദ്ധി ഇല്ലാതെ, വിവേചന ബോധമില്ലാതെ ഈ ഫത്വകളെ നമ്മൾ അന്ധമായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. അവർ ഉയർത്തിപ്പിടിച്ച സലഫിയ എന്ന് പറയുന്ന ആശയം അതല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ആയിരിക്കെ നമ്മൾ ഇവരുടെ ബയോഗ്രഫിയും ഇവരുടെ സംഭാവനകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായും നമ്മൾക്ക് ഇതിന് പ്രചോദനം കിട്ടാനാണ്. ഇൽമിന്റെ വഴിയിൽ ഇപ്പോൾ അന്ധതയുള്ള ഒരാള്, അനാഥത്വമുള്ള ഒരാള്, ആ അർത്ഥത്തിൽ നമ്മളെ അപേക്ഷിച്ച് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ ജീവിതം ദീനിന്റെ ഇൽമിനും സേവനത്തിനും അധ്യാപനത്തിനും ഫത്വകൾക്കും വേണ്ടിയൊക്കെ സമർപ്പിച്ചത് എങ്ങനെയാണെന്നും ഒരു രാജ്യത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ആ അർത്ഥത്തിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങൾ കൊണ്ട് ഉത്ബുദ്ധമാക്കിയത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് പിന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇത് നമ്മൾക്ക് വലിയ മോട്ടിവേഷൻ ആവേണ്ടതുണ്ട്. കാരണം മരിച്ചു പോകുന്ന സമയത്ത് നമ്മളുണ്ടാക്കിയ പൈസ, നമ്മളുണ്ടാക്കിയ വേറെ സ്വത്തുക്കളൊന്നല്ല, നമ്മൾ അള്ളാന്റെ മാർഗത്തിൽ ചെയ്ത സേവനങ്ങളാണ് നമ്മളുടെ രക്ഷക്ക് ഉണ്ടാവുക എന്ന തിരിച്ചറിവോടുകൂടി നമ്മൾക്ക് ആ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്കുള്ള പ്രചോദനം. അല്ലാഹു അതിനെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.